സായി പല്ലവിയുടെ ക്രിഞ്ച് പ്രോ മാക്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. അമരനെ പറ്റിയിട്ടല്ല പറയുന്നത്, അത് നല്ല പടം. ഇത് തണ്ടേൽ, ശരിക്കും തെണ്ടൽ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടേണ്ടിയിരുന്നത്. ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഇല്ലേ, അവരുടെ ഹെഡിനെ വിളിക്കുന്ന പേരാണ് തണ്ടേൽ. സോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് സായി പല്ലവിയാണ്. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ അണ്ണൻ യുവ സാമ്രാട്ട് നാഗ ചൈതന്യ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ. ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. അതായത് വന്നിട്ട് സ്വന്തം കാമുകിക്ക് വേണ്ടിയിട്ട് 7 കടലും മലയും കുന്നൊക്കെ കടന്നു വരുന്ന ഒരു നായകന്റെ കഥ പറയുന്ന സിനിമയാണ്. ഇവരുടെ റൊമാൻസ് അട്ടർ വെറുപ്പിക്കലായിരുന്നു, അൺബെയറബിൾ എന്ന് വേണമെങ്കിൽ പറയാ. ഇതിൽ നമ്മുടെ നായകൻ മീൻ പിടിക്കാൻ പോയ 9 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. ആ 9 മാസത്തോളം നോൺ വെജ് കഴിക്കില്ല അത്ര സായി പല്ലവി. ത്യാഗം. രണ്ടുപേരെ ഫോൺ കാണിക്കുന്നുണ്ട്. സായി പല്ലവിയുടെ ഫോണിൽ നാഗചൈതന്യയുടെ വാൾപേപ്പറും നാഗചൈതന്യയുടെ ഫോണിൽ സായി പല്ലവിയുടെ വാൾപേപ്പറും. അത്രയും ഇഷ്ടമാണ് ഇവർക്ക് കേട്ടോ. ഫോൺ ചെയ്യുമ്പോ പുച്ചിത്തള്ളേ എന്നാണ് സായി പല്ലവി വിളിക്കുക. ഇത് കേട്ടിട്ട് ആ കൊച്ചിന് നാണം വന്നു, സായി പല്ലവിക്ക് നാൻ വന്നു. ആദ്യമായിട്ടാണ് തള്ളയെ വിളിക്കുന്നത് കേട്ടിട്ട് ഒരു കൊച്ചിന് നാണം വരെ കേട്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് 50 വട്ടം ആ ചെക്കനെ കൊണ്ട് വിളിപ്പിക്കും. എന്നിട്ട് ഇവളുടെ വക ഒരു 50 വട്ടം രജു വിളിച്ചിട്ട് വെറുപ്പിച്ച് അങ്ങോട്ട് കൊല്ലും. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത വെറുപ്പിക്കലാണ് DSP ആണ്. ഈ നാഗചൈതന്യ കാലിൽ ഉറുമ്പ് കടിച്ചിട്ട് കാലൊന്ന് പൊന്തിച്ചാ വരെ സ്ലോ മോഷൻ ഇട്ട് കൊടുത്തിട്ട് പെപ്പര പറഞ്ഞിട്ട് ഒരു BGM അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് ഡയലോഗ്സ് ഒക്കെ ക്രിഞ്ച് അൾട്രാ പ്രോമാക്സ് എന്ന് വേണമെങ്കിൽ പറയണം. ഈ നാഗചൈതന്യക്കാണ് വെച്ച് രാവിലെ തിന്നുമ്പോഴും തൂറുമ്പോഴും ഒക്കെ സായി പല്ലവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ കുളിക്കുന്ന സമയത്ത് നിനക്ക് എന്നോട് സമയം സ്പെൻഡ് ചെയ്യാനാണോ ഇഷ്ടം, ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് ഇഷ്ടം ചോദിക്കുമ്പോ എനിക്ക് നിന്റെ ഒപ്പം കുളിക്കാനാണ് ഇഷ്ടം എന്ന് പറയും. ഇത് കേട്ടിട്ട് വീണ്ടും നമ്മുടെ സായി പല്ലവിക്ക് നാൻ വരുന്നേ രജു അങ്ങനെയൊന്നും പറയല്ലേ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ചന്ദ്രനെ നോക്കിയിരിക്കുമ്പോ നമ്മുടെ അണ്ണൻ കടലിൽ നിന്ന് ഒരു ഉമ്മ കൊടുക്കും. അത് കണ്ടിട്ട് ഈ കൊച്ചിന് നാണം വരുന്നു. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ എന്താ വെച്ചാൽ 9 മാസം കഴിഞ്ഞിട്ട് നായികയെ കാണാൻ വേണ്ടി വരികയാണ്. എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അണ്ണ ഓട്ടോയും ബസ്സൊന്നും പിടിക്കില്ല. ഉസൈൻ ബോൾട്ടിന്റെ മരുമകനാണ് തോന്നുന്നു. 5-6 കിലോമീറ്റർ അങ്ങോട്ട് ഓടും, വേഗം എത്തുന്നത്ര. അണ്ണന് പിന്നെ ബുദ്ധി പറയുന്ന സാധനം 0 ആണ് പണ്ടേ. പിന്നെ നമ്മുടെ നായകൻ വന്നിട്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഈ പ്രിയ സഖിക്ക് വന്നിട്ട് 6th സെൻസിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. സായി പല്ലവിയുടെ കഴുത്തിലെ രോമൊക്കെ രോമാഞ്ചം വരുന്നൊക്കെ സൂം ചെയ്തിട്ട് ഇവര് കാണിക്കുന്നുണ്ട്. അൺബെയറബിൾ ആണ്. ഈ മറ്റേ ത്യാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നയൻതാരയുടെ ഒരു കാര്യം ഓർമ്മ വന്നു. മൂക്കുത്തി അമ്മൻ പാർട്ട് 2ന്റെ പൂജാ സെറിമണി നടക്കുമ്പോ അതിന്റെ പ്രൊഡ്യൂസർ പറയണ്ടായിരുന്നു നയൻതാര വന്നിട്ട് വ്രതത്തിലായിരുന്നു മൂക്കുത്തി അമ്മൻ ആവാനെന്ന്. എനിക്ക് മനസ്സിലാവാത്ത, സിനിമാക്കാർക്ക് സിനിമ വന്നിട്ട് സിനിമയായി എടുക്കാറിയില്ല, എന്നിട്ട് നാട്ടുകാരെ ഇൻഫ്ലുവൻസ് ആവണു, നാട്ടുകാരെ അങ്ങനെ ആവണു ഇങ്ങനെ ആവണു പറയാൻ നാണോ ഇല്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പൊ ഡോക്ടറായിട്ട് അഭിനയിക്കുകയാണ് നയൻതാര വെച്ച് പോയിട്ട് MBBS പഠിച്ചു തീർക്കുമോ? എഞ്ചിനീയർ ആയിട്ടാണ് അഭിനയിക്കുന്നത് വെച്ചാൽ 4 കൊല്ലം എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു തീർക്കുമോ? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. Coming back to the topic,